പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കർമ്മപരമായ കാര്യത്തെക്കാളും കൂടുതൽ പ്രാധാന്യം വിശ്വാസത്തിനാണ്. വിശ്വാസം ശരിയായെങ്കിലേ ആ വിശ്വാസം കൊണ്ട് അനുഷ്ഠിക്കുന്ന സുഹൃതങ്ങൾ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ എല്ലാ ദിവസവും 17 തവണ സൂറത്തുൽ ഫാത്തിഹയിലൂടെ 5 നേരങ്ങളിൽ നാം നിർവഹിക്കുന്ന പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സ്വാലിഹീങ്ങളായ സൽവൃത്തരായ മുഅ്മിനീങ്ങൾ നടന്നു വന്ന പാതയിൽ ഞങ്ങളെ നീ അടിയുറപ്പിക്കണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. മാത്രമല്ല, എല്ലാ സുബഹി നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകം എഴുത്തിദാലിന് ശേഷം കുനൂത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനവും നമുക്കറിയാമല്ലോ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, അടിയുറപ്പിക്കണേ അല്ലാഹ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതാണ് ചോദിക്കുന്നത്, നീ നൽകിയ ഹിദായത്ത് കൊണ്ട് ഞങ്ങളെ കർമ്മമണ്ഡലങ്ങളെ പ്രകാശപൂരിതമാക്കാൻ ഞങ്ങളുടെ ആവശ്യമായ ആരോഗ്യവും നൽകണേ എന്നാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കർമ്മപരമായ കാര്യത്തെക്കാളും കൂടുതൽ പ്രാധാന്യം വിശ്വാസത്തിനാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുമ്പോഴും അവിടുന്ന് നടത്തിയ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, തവഫനാ മുസ്ലിമീന വൽഹിഖനാ ബിസ്സാലിഹീൻ, അല്ലാഹുവേ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കണേ എന്നാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബ നിർമ്മാണം നടത്തിയതിനു ശേഷം അവിടെ നടത്തിയ പ്രാർത്ഥന റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, അല്ലാഹുവേ എന്നെയും എൻ്റെ മകനെയും സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ നിന്നെ അനുസരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിലും ഈമാനോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ കർമ്മപരമായ കാര്യത്തിനാണ് വിശ്വാസത്തിനേക്കാളും പ്രാധാന്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകി ഹിദായത്ത് എന്ന ഏറ്റവും ബൃഹത്തായ വിശ്വാസം കൊണ്ട് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ പ്രകാശപൂരിതമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രധാനമായും പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് തഅ്ദീമു മാ അല്ലാഹുല്ലാഹ് വ തഹ്കീറു മാ ഹക്കറഹുല്ലാഹ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഓ പ്രിയപ്പെട്ട ഉമറെ, എന്റെ വഫാത്തിന് ശേഷം അങ്ങ് യമനിലെ കർൺ എന്ന് പറയുന്ന ദേശത്ത് നിന്നും ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിങ്ങൾ മദീനയിലേക്ക് എന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. അദ്ദേഹം പ്രത്യേകം പരിഗണിക്കേണ്ടുന്ന ആളാണ്, അദ്ദേഹം ഒരു സാധാ സീതാ മനുഷ്യനല്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള അടയാളമായി നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, അദ്ദേഹത്തിന് മുമ്പ് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു. എല്ലാം പരിപൂർണമായി മാറി ഒരു നാണയത്തിന്റെ തുട്ടിന്റെ വലിപ്പത്തിൽ അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടിന്റെ അടയാളമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് അവരോധിതനായി. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് യമനിലെ കർൺ എന്ന് പറയുന്ന ദേശത്ത് നിന്നും ആരെങ്കിലും വന്നാൽ അവരോടെല്ലാം അന്വേഷിക്കുമായിരുന്നു അത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബികളിൽ മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പദവി സ്വഹാബികൾക്കാണ്, എന്നിട്ടാണ് താബിഈങ്ങൾക്ക്. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞു, ഉവൈസ് ബിൻ ആമിർ പ്രത്യേകം പരിഗണിക്കേണ്ടുന്ന ആളാണ്. ലോ അഖ്സമ അലല്ലാഹി ലഅബറ, അദ്ദേഹം ഒരു കാര്യം അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് തഅ്ദീമു മാ
ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണിച്ച 4 മാസങ്ങളുണ്ട്. അല്ലാഹു പ്രത്യേകം ബഹുമാനിച്ച 4 സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച പള്ളികളുണ്ട്. നമുക്കറിയാം, ലോകത്ത് മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബം സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹീതമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാൾ നമസ്കരിച്ചാൽ, ഉറക്കഴത്ത് നമസ്കരിച്ചാൽ 1,00,000 പ്രതിഫലവും, രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഭാവനമായ ശരീരം തൊട്ടുരുമി കിടക്കുന്ന അനുഗ്രഹീതമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് നമസ്കരിച്ചാൽ 10,000-ത്തിലേറെ പ്രതിഫലവും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ഇനിയും ബഹുമാനപ്പെട്ട മഹാന്മാരോട് നാം വിളിച്ചു തേടുന്ന ഇസ്തിഗാസ, നാം മഹാന്മാരെ വിളിച്ചുകൊണ്ട് നടത്തുന്ന ഇസ്തിഗാസ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവർക്ക് നൽകിയ ബഹുമാന ആദരവിൽ നിന്നുകൊണ്ടാണ് നാം അവരോട് നടത്തുന്ന ഇസ്തിഗാസ. എന്താണ് ഇസ്തിഗാസ? പ്രിയപ്പെട്ടവരെ, എന്താണ് ഇസ്തിഗാസ? ജീവിച്ചിരിക്കുന്ന മഹാന്മാരോടാകട്ടെ, വഫാത്തായ മഹാന്മാരോടാകട്ടെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അസാധാരണക്കാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നടത്തുന്ന സഹായാർത്ഥനയ്ക്കാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അമ്പിയാക്കളിലൂടെ ഉണ്ടാകുന്ന അസാധാരണ സഹായങ്ങൾക്ക് മുഅ്ജിസത്തും, ഔലിയാക്കളിലൂടെ ഉണ്ടാകുന്ന സ്വാഭാവിക അസാധാരണ സഹായങ്ങൾക്ക് കറാമത്തെന്നും പറയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സലമത്ത് ഇബ്നു അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഭാവനമായ പരിസരത്ത് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നബി തങ്ങളുടെ പരിസരത്ത് വന്നുകൊണ്ട് തന്റെ പരിവവും വിഷമം അവതരിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മനീര് പുരട്ടി അവിടുത്തെ കാലിലേക്ക് തേച്ചു കൊടുക്കുകയും പരിപൂർണമായും ആ രോഗം പിന്നീട് മാറിയതും ചരിത്രത്തിൽ കിതാബുകളിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു തൂങ്ങിക്കിടക്കുന്ന കണ്ണുകളുമായി ഉഹദ് യുദ്ധത്തിൽ തൂങ്ങിക്കിടക്കുന്ന കണ്ണുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരത്ത് വന്നുകൊണ്ട് പരാതിപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവരുടെ കണ്ണെടുത്തുകൊണ്ട് യഥാസ്ഥാനത്തേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ രോഗം മാറിയതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഔലിയാക്കളുടെ ജീവിതത്തിലും ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ദിവസം വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കാലിൽ ധരിച്ചിരുന്ന മെതിയടി എടുത്തുകൊണ്ട് കാഫിയിലെ കൂട്ടുകാരെ കള്ളർ പിടിച്ചാരെ കാണാൻ നിലത്തിന് കബക്കാവാൽ കൊന്നവർ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കാലിൽ ധരിച്ചിരുന്ന മെതിയടി എടുത്തെറിയുകയാണ്. തന്റെ പരിസരത്തുണ്ടായിരുന്ന ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി. അല്പം ദിവസങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് ഒരു കൂട്ടം യാത്രാ സംഘം ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിസരത്തേക്ക് അല്പം പാരിതോഷികങ്ങളുമായി അവിടുത്തെ മെതിയടിയുമായി വന്നുകൊണ്ട് സന്തോഷം പറയുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ എന്താണ് വിഷയമെന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ആ വന്ന യാത്രാ സംഘം പറഞ്ഞു, ഞങ്ങൾ ഒരു ദിവസം കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടൽ കൊള്ളക്കാർ ഞങ്ങളുടെ കപ്പലിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ കപ്പലിലെ സാധന സാമഗ്രികൾ അടിച്ചു മാറ്റാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ പാനെടുത്തപ്പോ ഞങ്ങൾ ഉടനെ വിളിച്ചു, യാ ശൈഖ് മുഹയ്യിദ്ദീൻ. ഈ ഒരു വിളിയോടുകൂടെ ഞങ്ങൾ പോലും അറിഞ്ഞില്ല, ഏതോ ഒരു ദിക്കിൽ നിന്നും മെതിയടി വളരെ ശക്തമായി കടന്നു വന്ന ആ കപ്പൽ കൊള്ളക്കാർ യാത്ര ചെയ്യുന്ന കപ്പലിനെ തകർക്കുകയും ഞങ്ങൾ അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ മൗലിദ് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സതഫ്തരികു ഉമ്മതി 70, എന്റെ സമുദായം 73 വിഭാഗമായി മാറും. ബനൂ ഇസ്രായേലുകാർ 72 വിഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 72 വിഭാഗമായി മാറും. എല്ലാവരും നരകത്തിലാണ്
പറയുകയാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ സമുദായം ഒഴികെ, ഒരൊറ്റ പാർട്ടിക്കാരൊഴികെ. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ? മാ അന അലൈഹി വസഹാബിഹി, ഞാനും എന്റെ സ്വഹാബികളാകുന്ന നിങ്ങളും കാസുഹാബി കന്നുജോം. ഹബീബായ നബി തങ്ങൾ സ്വഹാബികളെ പരിചയപ്പെടുത്തുന്നത് എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരാരെങ്കിലും പിൻപറ്റിയാൽ, അവരെ പിൻപറ്റിയാൽ അവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ അവരും ഞാനും നിങ്ങളും ആകുന്ന സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ അടിയുറച്ചത്, വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, ആ സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചവർ തീർച്ചയായും സ്വർഗത്തിലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.